കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ടാണ്. മഴ പെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഏതൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് പരിശോധിക്കാം. എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു. സന്തോഷ്, ഗുഡ് മോർണിംഗ്. മഴയുണ്ടോ രാവിലെ? ഇന്ന് റെഡ് അലർട്ട് അല്ലേ? എന്താണ് സാഹചര്യം? മനു, ഗുഡ് മോർണിംഗ്. കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാവിലെ മുതൽക്ക് അതിശക്തമായ മഴയുണ്ട് എന്ന് പറയാൻ കഴിയില്ല. ഇടവിട്ട സമയങ്ങളിലുള്ള ദുർബലമായ മഴ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇന്നലെ രാത്രിയും പുലർച്ചെയും നല്ല ശക്തമായ മഴ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് ഉള്ളത്. മഴ പെയ്യാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മഴ അതിതീവ്ര മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ ഈ മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്. മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിലെല്ലാം തന്നെ മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. രാത്രി യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വലിയ മരങ്ങൾക്ക് താഴെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളികളോടും ഈ കാറ്റിനും തിരമാലകൾക്കുമുള്ള സാധ്യതാ മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഏതായാലും കണ്ണൂർ ജില്ലയിൽ ഈ മലയോര മേഖലകളിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല രീതിയിൽ തന്നെ മഴ പെയ്തിരുന്നു. ശക്തമായിട്ടുള്ള അതിതീവ്ര മഴ ഇന്നലെ രാത്രി ഒറ്റപ്പെട്ട മഴയുണ്ടായിരുന്നു. എന്നാൽ തുടർച്ചയായ മഴ കണ്ണൂരിൽ ഇപ്പോൾ പെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കണ്ണൂർ ജില്ലയിലെ ഈ മലയോര താലൂക്കുകളായ തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പല മേഖലകളും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളാണ്. മുൻകാലവർഷങ്ങളിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് ഈ റെഡ് അലർട്ടുള്ള ദിവസങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂർ, പയ്യന്നൂർ, തലശ്ശേരി താലൂക്കുകളിലെ തീരദേശ മേഖലകളിലും ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മനു, ശരി. അപ്പോൾ ആ രീതിയിൽ ശക്തമായ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സന്തോഷ്. സന്തോഷാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. റെഡ് അലർട്ട് ആണെങ്കിൽ പോലും അത്ര ശക്തിയിൽ മഴ പെയ്യുന്നില്ല. എന്നാൽ ഇടപെട്ട് മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ട് താനും.